നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനെ അടക്കം ചെയ്ത മണ്ണ അതെല്ലാം വെച്ചിട്ടാ നിങ്ങളുടെ കടം തീർത്തത്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. മുത്തശ്ശ പോ, നമ്മളെ ചെല്ലടി ചെല്ല്. എന്നെ എന്റെ മോനെയും പിണക്കി നീയൊക്കെ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? അതെനിക്കൊന്ന് കാണണം. ഇവരുടെ ഇടപാടുകൾ മുഴുവൻ തീർത്തെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അതല്ല ഇനിയും ന്യായം പറഞ്ഞ് നിൽക്കാനാണ് പാവമെങ്കിൽ നിങ്ങളെ കൂടി കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. എന്താ അത് വേണോ? കൂട്ടിന് ലോക്കപ്പിൽ മൗനവും ഉണ്ട്. പ്രമാണമല്ലാതെ എന്തോ പ്രോമിസറി നോട്ടോ ചെക്കോ സ്റ്റാമ്പ് പേപ്പറോ ഉണ്ടെന്നല്ലേ ദേവിക ടീച്ചർ പറഞ്ഞത്. വേഗം പോയി എടുത്തിട്ട് വാ. വേഗം വേണം, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. ശരി കൂടെ ചെല്ല. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ശരി. ചെല്. നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? പലിശയ്ക്ക് പണം കൊടുക്കുന്നതിന് ക്രിമിനൽ കുറ്റമാ. മാഡം പറഞ്ഞതല്ലേ ഇനി ഇവർക്കൊന്നും കൊടുക്കരുതെന്ന്. പലിശക്കെന്ന് പറഞ്ഞിട്ട് തന്നെയാ പണം വാങ്ങിയത്. എന്നിട്ടത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ, സുലോചന ആന്റി വാങ്ങിയ പണം കൂടി കൊടുക്കണമെന്ന്. ഞങ്ങളറിയാതെ ആന്റി അങ്ങനെ പണം വാങ്ങിക്കില്ല. ഇതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും തീർന്നു. ഇനി എന്റെ മോനെതിരായിട്ട് നീ കൊടുത്ത പരാതി പിൻവലിക്കണം. ഇനി അച്ഛൻ ഒപ്പിട്ട 2 ചെക്കുകളുണ്ടല്ലോ, അതുകൂടെ വേണം. അതിന് ഒപ്പിട്ട് തന്ന നിന്റെ തന്ത ചത്തിട്ട് കൊല്ലം എത്രയായി? ഇനി എന്തിനാ ചെക്ക്? അതും തന്നേ പറ്റൂ. പിന്നെ ഇടപാട് തീർന്നു വാക്കാ പറഞ്ഞ പോരാ, എഴുതി ഒപ്പിട്ട് തരണം. ആ അതൊക്കെ തരാം. എന്റെ മോനെതിരായി കേസ് പിൻവലിക്കുന്ന കാര്യത്തില് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, കേസ് പിൻവലിക്കില്ല. എത്ര തവണ നിങ്ങളുടെ അവന്റെ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞു ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന്. ഒരു മനസാക്ഷിയും കാണിക്കാതെ ഞങ്ങളോട് അങ്ങനെ പെരുമാറിയ അവൻ ജയിലിൽ കിടന്ന് നരകിക്ക് തന്നെ വേണം. നിന്നെ ഞാൻ കയ്യാങ്കളിയും ഭീഷണിയൊന്നും വേണ്ട. മര്യാദയ്ക്ക് ചെക്കെടുത്തോണ്ടോ. അതിനി ഇവിടെ ഉണ്ടോന്ന് ആർക്കറിയാം? കൊല്ലം 3-4 പിന്നെ അന്ന് പോലീസുകാരിവിടെ കയറി വന്ന എന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാ എടുത്തോണ്ട് പോയെന്ന് എനിക്കറിയില്ല. എനിക്കിത്തിരി സമയം വേണം. കുഴപ്പമില്ല, നിന്റെ മോൻ ഞങ്ങളുടെ കസ്റ്റഡി തന്നെ അല്ലേ. എന്നെങ്കിലും അവൻ വെളിച്ചം കാണണമെങ്കിൽ അത് കോടതി തീരുമാനിക്കണം. മോളെ, എന്റെ മോനെതിരായി കൊടുത്ത പരാതി മോളെ പിൻവലിക്കണം. ഒന്നുമില്ലേലും നിന്നെ എന്റെ സകല സ്വത്തിന്റെ അവകാശിയാക്കി എന്റെ മരുമോളാക്കാൻ നോക്കിയവളല്ലേ ഞാൻ. അതെങ്കിലും നിനക്കൊന്ന് ഓർത്തൂടെ? എന്റെയും മുത്തശ്ശനെയും അനീഷേട്ടനെ ഉപദ്രവിച്ചതിനും ബലമായി എന്നെ കല്യാണം കഴിക്കാൻ നോക്കിയതിനുമാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അതങ്ങനെ പെട്ടെന്നൊന്നും പിൻവലിക്കാൻ പറ്റില്ല. എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞങ്ങളുടെ വീട്. അച്ഛനെ അടക്കം ചെയ്ത മണ്ണ അതെല്ലാം വെച്ചിട്ടാ നിങ്ങളുടെ കടം തീർത്തത്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. മുത്തശ്ശ പോ, നമ്മളെ ചെല്ലടി ചെല്ല്. എന്നെ എന്റെ മോനെയും പിണക്കി നീയൊക്കെ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? അതെനിക്കൊന്ന് കാണണം. ഇവള് ഋഷിയുടെ വീട്ടിലോ? ഇതിപ്പോ എന്തിന്? അത് ശരി, ഋഷി എന്നെ പറ്റിക്കാണല്ലേ. നാണമില്ലേ ഇയാൾക്ക് ഇങ്ങനെ ഇവളെ വിട്ട് കൊഞ്ചിക്കൊടേ? ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല.
ഇപ്പൊ തന്നെ ചോദിക്കണം. ഹലോ, ഓ എത്തിയോ പരാതിപ്പെട്ടി? എവിടെയായിരുന്നു? ഫോൺ വിളിച്ച എടുക്കില്ല, തിരിച്ചൊന്നും വിളിക്കുകയില്ല. ഇവിടെ നടന്നേന്ന് അറിഞ്ഞില്ലല്ലോ. ഇതാണോ വലിയ സ്നേഹവും കെയറെന്നൊക്കെ പറഞ്ഞത്? വന്നില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലേ ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. ഞാനേ പറഞ്ഞതൊക്കെ പിൻവലിക്കാനാ വന്നത്. ഇത്തരത്തിലൊരു വുമനൈസറെ ഇഷ്ടമാണെന്ന് പറഞ്ഞതേ ഞാൻ അതുപോലെ തന്നെ അങ്ങ് വിഡ്രോ ചെയ്യുക. ഇനി എനിക്കും ഋഷി സാറിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇനി മേലാൽ എന്നെ വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. വുമണൈസറോ? ഞാനോ? കൊള്ളാലോ, എനിക്ക് എന്നെ കുറിച്ച് ഇത് പുതിയ അറിവാ. എത്ര തവണ വിളിച്ചു എന്നറിയോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പിണങ്ങിയിരുന്നോളൂ. കൂടുതൽ വർത്താനൊന്നും വേണ്ട. ഓ, ആളെ മനസ്സിലാക്കാനേ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒരുത്തിയെ വീട്ടിൽ കയറ്റുന്നു, പിടിച്ചടുത്തിരുത്തുന്നു. ഓ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ജിത എന്റെ അനീതിയാണെന്ന്. അവൾ കുടുപ്പ് വാങ്ങി കൊടുത്തപ്പോഴേ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. എനിക്ക് നിങ്ങളുടെ തോളി പിടിച്ച് നടക്കേണ്ട അവസ്ഥയൊന്നുമില്ല. വലിയ പ്രസന്റേഷൻ തന്നാ ഞാനെന്താ അതിൽ മയങ്ങി വീഴുമെന്ന് വിചാരിച്ചോ? അതൊക്കെ അവള് അഞ്ജിത. അവൾക്ക് നിങ്ങളുടെ പണവും സ്വത്തും കാറും ഒക്കെ കണ്ടാലേ ചിലപ്പോ പ്രേമിക്കാൻ തോന്നും. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അഞ്ജിതയോടാണ് ഇഷ്ടമെങ്കിലേ അത് ആദ്യം അങ്ങ് പറഞ്ഞ പോരായിരുന്നോ? പിന്നെ ഞാൻ ഈ വഴിക്കേ വരില്ലായിരുന്നു. ഓ, ഗതികേടൊന്നും എനിക്കില്ല. ഓ, എന്തൊക്കെയായിരുന്നു ഡയലോഗടിയും വാചകടിയും. കാറിൽ നിറങ്ങിയ ആൾക്ക് ഒരു കൺട്രോളും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നോ? ഓ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായോ? ഞാൻ വിളിച്ചതൊന്നും അല്ല, അവരമ്മയും മോളും കൂടെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നതാ. ഞാനന്ന് വല്ലാത്തൊരു മൂഡിലായിരുന്നു. അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ പോയി. പിന്നെ നിന്നെ കുറിച്ച് ഇല്ല, ഞാനത് പറയുന്നില്ല. കഴിഞ്ഞ 2-3 ഡേയ്സ് എനിക്കൊരു ബോധമില്ലായിരുന്നു. പോവാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അവരകത്ത് കയറി എന്തൊക്കെയോ പറഞ്ഞോണ്ടിരുന്നു. അതല്ലാതെ ഞാൻ അവളോട് ഒറ്റയ്ക്കൊന്നും സംസാരിച്ചത് പോലുമില്ല. ഓ, നോക്ക്, കണ്ണ് തുറന്നു നോക്ക്. ഇതേ ഇവിടെ എനിക്ക് മാത്രം അയച്ചതൊന്നും അല്ല, ഇന്റർനെറ്റില് പോസ്റ്റ് ചെയ്തിരിക്കുന്നെ. ഇത് കാണാത്തവരായിട്ട് ആരും കാണില്ല. ഓ, സംസാരിച്ചില്ല പോലും. ഇത് പിന്നെന്താ, ചേർന്നിരിക്കുന്നു, കൊഞ്ചിക്കൊഴയുന്നു. എന്തൊക്കെ കോപ്രായങ്ങളാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുടിച്ചിരുന്നു. അതിന്റെ കൂടെ മെന്റലി ഡിസ്റ്റർബ്ഡ്. പിന്നെ നിന്റെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞിരുന്നത്? കൂടെ നിന്റെ അല്ല അഞ്ജിതയുടെ അമ്മയുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.